ഹായ് ഗായ്സ്, ഐ എം ഹോപ്പിംഗ് യു ആർ ഡൂയിങ് ഗ്രേറ്റ്. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് നോമ്പ് 7-നും 8-നും കുറച്ച് ഷൂട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിന് കേട്ടോ. അപ്പോൾ അത് രണ്ടും കൂടെ കൂട്ടിയിട്ട് ഒരൊറ്റ വ്ളോഗാക്കി ചെയ്യാമെന്ന് കരുതി. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. പുലർച്ചയ്ക്ക് എണീറ്റ് കഴിഞ്ഞാൽ ഫുഡ് അടിയും നിസ്കാരമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഉറങ്ങലുണ്ട് കേട്ടോ. പിന്നെ ഞാനൊരു 9 10 ആ ഒരു റേഞ്ചിലാണ് എണീക്കൽ. അപ്പോൾ എണീറ്റ പാടെ ജസ്റ്റ് ഒന്ന് മുറ്റത്തൊക്കെ ഒന്ന് ഇറങ്ങും. എന്നിട്ട് പിന്നെ കഴിഞ്ഞിട്ട് വേഗം ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് ഇറങ്ങും കേട്ടോ. അപ്പോൾ കാര്യമായിട്ടൊന്നുമില്ല, അടിച്ച് വാരുക, തുടക്കുക, അതൊക്കെ തന്നെ പരിപാടി. അപ്പോൾ പരിപാടിയാണ്. പിന്നെ ഫ്രഷ് ആവലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ വൈകുന്നേരം കേട്ടോ കിച്ചണിലൊക്കെ ഇറങ്ങുക. അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് സമൂസ കേട്ടോ. ഒരു വെജിറ്റബിൾ സമൂസയാണ് വെച്ചാൽ ആണ്, ഇന്ന് ചിക്കൻ സമൂസയാണ് വെച്ചാൽ ആണ്. അപ്പോൾ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടുള്ളൊരു സമൂസയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ട്രൈപ്പോഡൊന്നുമില്ല, എൻ്റെ കൈ തന്നെയാണ് എൻ്റെ ട്രൈപ്പോഡ്. അപ്പോൾ ഒരു കൈ വെച്ച് ഷൂട്ട് ചെയ്യുന്നുണ്ട്, ഒരു കൈ വെച്ച് ഞാൻ കുക്ക് ചെയ്യുന്നുണ്ട്, എല്ലാം കൂടെ മിക്സ്ഡാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഒരു ട്രൈപ്പോഡൊക്കെ വാങ്ങിയിട്ട് ഷൂട്ടൊക്കെ ചെയ്യണം. അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് എന്തായാലും വേണം. അപ്പോൾ ഏതായാലും വെജിറ്റബിൾസൊക്കെ ഇട്ടിട്ട് ഞാൻ വഴറ്റിയെടുക്കുകയാണ്. ഓൾറെഡി ഞാൻ ചിക്കൻ പീങ്ങി ക്രഷ് ചെയ്തവിടെ വെച്ചിട്ടുണ്ട്. ഇനി ഇത് മിക്സ് ചെയ്യണം രണ്ടും കൂടെ കൂട്ടിയിട്ട്. അപ്പോൾ അതെല്ലാം മിക്സാക്കിയതിന് ശേഷം ഞാൻ അതൊരു സൈഡിലേക്ക് ചൂടാറാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ സമയം കൊണ്ട് ഉമ്മാക്ക് തേങ്ങ വറുത്ത് കൊടുക്കാൻ നിർത്തി. നമ്മളെ കറിക്ക് തേങ്ങ അരച്ച കറി വെക്കൂലേ, ആ കറിക്ക് കേട്ടോ. അപ്പോൾ അതുണ്ടാക്കലാണ്. അപ്പോൾ ഒരു ഭാഗത്ത് ഉമ്മ പത്തിരി ഉണ്ടാക്കണ തകൃതിയിലാട്ടോ. അപ്പോൾ ചൂടാറിയതിന് ശേഷം ഞാൻ സമൂസ ഉണ്ടാക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തു. അത് റോൾ ചെയ്തൊക്കെ കഴിഞ്ഞതിന് ശേഷം പൊരിക്കാൻ വേണ്ടി നിൽക്കാം കേട്ടോ. ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും വീഡിയോ എടുത്തിട്ടില്ല, റോൾ ചെയ്യണമൊന്നും. എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയല്ലേ. പിന്നെ ഇപ്പോൾ ക്യാമറ എല്ലായിടത്തും കൊണ്ടുപോയി വെക്കാൻ കഴിയണില്ല. ഞാൻ പറഞ്ഞല്ലോ, കൈ വെച്ചിട്ടാണ് ഞാൻ ഷൂട്ട് ചെയ്യുന്നത്. പിന്നെ സമൂസ ഓരോന്നായിട്ട് പൊരിച്ചു തുടങ്ങി. അപ്പോൾ നേരെ കൂടെ തന്നെ ഉണ്ടായിന് കേട്ടോ. അപ്പോൾ ഓരോന്ന് ചോദിച്ചുകൊണ്ട് ഞാനൊരു ബുക്കും പെന്നും കൊടുത്തു. ഒക്കെ ടോയ്സിലാറ് ഇഷ്ടം ബുക്കും പെന്നും കേട്ടോ. അത് കിട്ടിക്കഴിഞ്ഞാൽ അങ്ങനെ വരച്ചുകൊണ്ട് നിൽക്കും. കുറേ നേരം അതിന്മേൽ തന്നെ സ്പെൻഡ് ചെയ്യും കേട്ടോ. അതുകൊണ്ട് നല്ല സമാധാനമാണ്. പക്ഷെ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കണ്ണൊന്ന് പയക്കാൻ പാടില്ല. കണ്ണൊന്ന് പയച്ചാൽ ഓളോളെ കലാവിരുദ്ധം മുഴുവൻ ഓളെ ചുമരുമ കാണിക്കൽ തുടങ്ങും. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഞാൻ പത്തിരി ഇടാൻ വേണ്ടിയിട്ട് വീണ്ടും അടുക്കളയിൽ കയറി കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പത്തിരി ഇടുന്നത്. മറിച്ചിട്ട് കഴിയുമ്പോൾ അതിങ്ങനെ പൊള്ളച്ച് വരില്ലേ, അത് കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എന്നിട്ട് ഇങ്ങനെ ടാപ്പ് അടിക്കുമ്പോൾ നല്ല രസമില്ലേ, ഒരു ഡുണ്ടുമണികളെ പോലെ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ പത്തിരി ഇടുന്ന പരിപാടി ഞാനെപ്പോഴും ഞാൻ തന്നെയാണ് ഏറ്റെടുക്കൽ. നോമ്പ് തുടങ്ങി അന്ന് തൊട്ട് ഇന്ന് വരെ എന്നും ജ്യൂസ് തന്നെ കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നൊന്ന് മാറ്റി പിടിക്കാൻ. അങ്ങനെയാണ് ഞാൻ കോൾഡ് കോഫി ഉണ്ടാക്കാൻ നിർത്തിയത്. എൻ്റെ ബീറ്റർ കേടാണ്, ഞാൻ പൊതുവെ ബീറ്റർ ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കൽ. ബീറ്റർ കേടെന്നപ്പോൾ ഞാൻ മിക്സിനെ ആശ്രയിക്കേണ്ടി വന്നു. അപ്പോൾ ഇതിൻ്റെ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടൊന്നുമില്ല. പക്ഷേ ഷോർട്സ് ആയിക്കാണ് ഞാൻ അതിന് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വേണ്ടവർ ആ ഷോർട്സ് ഒന്ന് പോയി കണ്ടാൽ മതി, അപ്പോൾ മനസ്സിലാവട്ടെ. ജ്യൂസ് ആയാലും വേണ്ടിയില്ല, കോഫി ആയാലും വേണ്ടിയില്ല, കസ്കസ് എനിക്ക് നിർബന്ധം കേട്ടോ. അത് ഞാൻ കുറേ അങ്ങോട്ട് വെള്ളത്തിട്ടേക്കും, എന്നിട്ട് മുഴുവൻ അങ്ങോട്ട് എടുത്തിടുകയും ചെയ്യും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കസ്കസ്. അങ്ങനെ പിന്നെ ഞാൻ നോമ്പൊക്കെ തുറന്നതിന് ശേഷം കേട്ടോ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അറിയാലോ, ആ നേരത്തെ ഭയങ്കര തിരക്കാവും. അപ്പോൾ പിന്നെ ഞാൻ ഷൂട്ടൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇന്ന് പത്തിരി ഉമ്മാൻ്റെ തേങ്ങ അരച്ച ചിക്കൻ കറി സെറ്റാണ്, അടിപൊളി കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഉമ്മാൻ്റെ ചിക്കൻ കറി. അപ്പോൾ അത് കൂട്ടിയൊരു പിടി പിടിച്ച്. അപ്പോൾ അത് കഴിച്ച് കഴിഞ്ഞപ്പോഴാണ് കസിൻ്റെ വീട്ടിൽ നിന്ന് ബിരിയാണി അവളുണ്ടാക്കിയത്. അപ്പോൾ അതിന് കുറച്ച് ഒരു ഷെയർ ആക്കിയിന് കേട്ടോ. അപ്പോൾ അതും കൂടെ കുറച്ച് കഴിച്ച് നല്ല രസമുണ്ടായിന് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി അതും ചിക്കൻ. അങ്ങനെ പിന്നെ ഫുഡടിയൊക്കെ കഴിഞ്ഞാൽ അടുത്ത പരിപാടി പാത്രം മോറലാണ്. ഒരു കുന്നോളം പാത്രം പിന്നെ മോറാണ്ടാവും. അങ്ങനെ മോറിക്കൊണ്ട് നിൽക്കുന്ന ഇടയിലാണ് ഞാൻ ജസ്റ്റ് ബാക്കൊക്കെ ഒന്ന് തിരിഞ്ഞപ്പോഴാണ് നേരെ അരിപ്പൊടി ഇട്ട് കളിക്കുക കേട്ടോ. ഞാൻ ഷൂട്ട് ചെയ്തപ്പോൾ ഏകദേശമൊക്കെ തേമ്പി കഴിഞ്ഞിരിക്കണ്. അങ്ങനെ പിന്നെ പിറ്റേ ദിവസമായിട്ടോ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യണത്. ഇന്നും തലേന്ന് പോലെ തന്നെ ക്ലീനിങ് പരിപാടിയാണ് കേട്ടോ ആദ്യം തന്നെ തുടങ്ങുന്നത്. അപ്പോൾ കുറേ മടക്കി വെക്കാനൊക്കെ ഉണ്ടായിന്. അപ്പോൾ അത് മടക്കി വെക്കലാണ് ഫസ്റ്റ്. എന്നെപ്പോലെ സ്വന്തം വീട്ടിലെത്തിക്കഴിഞ്ഞാൽ ഉമ്മാൻ്റെ മാക്സി ഇട്ടെടുക്കണമല്ലുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ഇടണം കേട്ടോ. കാരണം ഞാൻ ആ ഒരു ടൈപ്പാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉമ്മാൻ്റെ മാക്സി ഇട്ടെടുക്കുന്നത്. അതൊരു കംഫർട്ടാണ് കേട്ടോ. വേറെ ചുരിദാറും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതിടുമ്പോൾ ഒരു പ്രത്യേക സുഖമാണ്.
ഒരു സൈഡ് കൂടെ ഉമ്മ ഇങ്ങനെ പറയുന്നുണ്ടാവും എൻ്റെ ഡ്രസ്സ് എടുത്തിട്ടൂടെ എന്നൊക്കെ. പക്ഷേ എനിക്കിത് കംഫർട്ട് ആയതുകൊണ്ട് ഞാൻ ഇതന്നെ കേട്ടോ ഇടൽ. അങ്ങനെ പിന്നെ ഫ്രഷ് ആവുന്നതിൻ്റെ മുമ്പ് തന്നെ ഞാൻ കിച്ചണിലോട്ട് കയറിയിട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഫ്രൂട്ട് സലാഡാണ് ഉണ്ടാക്കാൻ പോകുന്നത്. എന്നും എണ്ണയിൽ വറുത്ത് സ്നാക്സ് ഉണ്ടാക്കുന്നതുകൊണ്ട് ഇന്ന് അതൊന്ന് മാറ്റി പിടിക്കാമെന്ന് കരുതി. അപ്പോൾ ഫ്രൂട്ട് സലാഡ് ആകുമ്പോൾ അത് നേരത്തെ ഉണ്ടാക്കി വെച്ചാൽ മഗ്‌രിബിൻ്റെ നേരമാകുമ്പോഴത്തേന് അത് തണുക്കുമല്ലോ. അപ്പോൾ നേരത്തെ അത് ഉണ്ടാക്കി വെക്കലാണ്. അപ്പോൾ ഇത് നമ്മുടെ കസ്റ്റാർഡ് വെച്ചിട്ടുള്ള ഫ്രൂട്ട് സലാഡല്ല, ബദാം മിക്സ് പൗഡർ ഉണ്ട്, അത് വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത് കേട്ടോ. ഇത് സാധാ ഒരു ഫ്രൂട്ട് സലാഡല്ല കേട്ടോ, സാബൂനരിയും കസ്കസൊക്കെ ഇട്ടിട്ടുള്ള ഒരു ഫ്രൂട്ട് സലാഡാണ്. നിങ്ങളുടെ നാട്ടിലൊക്കെ സാബൂനരിക്ക് എന്താ പറയലെന്നും കൂടെ പറയണേ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് എന്തൊക്കെ കസ്കസ് മുഖ്യം വീട്ടിൽ എന്ന് പറയും പോലെയാണ്. എല്ലാത്തിനും കസ്കസ് നിർബന്ധമാട്ടാ. അങ്ങനെ പിന്നെ എന്തായാലും കിച്ചണിലോട്ട് കയറിയതല്ലേ. അപ്പം ഇന്ന് മുന്തിരി ജ്യൂസാണ് ഉണ്ടാക്കണത്. അപ്പം അത് തിളപ്പിക്കാമെന്ന് കരുതി. നമ്മൾ വേവിച്ചിട്ടുണ്ടാക്കുന്ന ജ്യൂസില്ലേ, അതാട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അങ്ങനെ പിന്നെ നേരനൊക്കെ കളിപ്പിച്ചതിന് ശേഷം ഞാൻ വേഗം കുളിക്കാൻ വേണ്ടിയിട്ട് പോയി. നോക്കിക്കോട്ടെ, ഇതൊക്കെ നേര ഇതെന്താ കുടിച്ചാൻ പറ്റില്ല കേട്ടാ. പിന്നെ സ്റ്റിച്ച് ചെയ്യാനൊരു മൂഡ് വന്നപ്പോൾ നേരൻ്റെ ഒരു ഉടുപ്പ് എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കാമെന്ന് കരുതി. ഈ ഉടുപ്പിൻ്റെ താഴെ ഭാഗം ഒരു അലാസ്റ്റിക് ആയിരുന്നു കേട്ടോ. ആ അലാസ്റ്റിക് ഉണ്ടായിട്ട് ഇട്ടിട്ടൊരു രസമില്ലേ കേട്ടോ. അപ്പോൾ മാറ്റിയിട്ട് ഞാൻ ലേസ് വെക്കാമെന്ന് കരുതി. അപ്പോൾ അതടിക്കാമെന്ന് കരുതിയിട്ട് ഞാൻ മെഷീനിൽ വന്ന് ഇരുന്നത് എനിക്ക് ഓർമ്മയുള്ളൂ. എൻ്റെ ഒപ്പം തന്നെ നേരെ ഉണ്ടായിനി. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്തില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വീഡിയോയിൽ കണ്ടാൽ തന്നെ മനസ്സിലാവുണ്ടാവും. ഇന്ത്യയിലേറെ മുന്നേക്ക് ഓള് വന്നിരുന്ന് അടിക്കൽ തുടങ്ങിയിരിക്കണം. മെഷീൻ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കലും അങ്ങനെ ഓരോന്ന് കാണിച്ചിട്ട് സത്യം പറഞ്ഞാൽ എനിക്ക് മര്യാദക്കമ്മ ഇരിക്കാൻ തന്നെ പറ്റും. അങ്ങനെ പിന്നെ ഞാൻ സ്റ്റിച്ച് ചെയ്യാണ്ട് പോരുക കേട്ടോ ചെയ്ത്. നോമ്പുറക്കാൻ നേരമായതുകൊണ്ട് തന്നെ ടേബിളിലെല്ലാം സെറ്റ് ആയിട്ടുണ്ടായിന് കേട്ടോ. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ചിക്കൻ മക്രൂണിയാണ്. ഉപ്പൊന്ന് കിച്ചണിൽ കയറിയിട്ടുണ്ടായിനി. അപ്പോൾ അതിൻ്റെ സ്പെഷ്യലായിട്ടായി കാണുന്നത്. ഉപ്പ കിച്ചണിൽ കയറി കഴിഞ്ഞാൽ ഉപ്പാക്കൊരു അസിസ്റ്റൻ്റ് നിർബന്ധമാണ്. അത് മിക്കപ്പോഴും ഞാൻ തന്നെയാണ് ഉണ്ടാവൽ. മാത്രമല്ല അരമണിക്കൂർ കൊണ്ട് ഉണ്ടാക്കി കഴിയേണ്ട ഐറ്റംസ് ഇപ്പാക്ക് 10 മിനിറ്റ് മതി കേട്ടോ. പക്ഷെ എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഇരട്ടിക്ക് എന്ത് ചെയ്യും, പാത്രങ്ങൾ മോറാണ്ടാവും കേട്ടോ. അങ്ങനെ പിന്നെ നോമ്പുറക്കാനൊക്കെ ആയി. നോമ്പുറന്ന് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ പിന്നെ ഷൂട്ട് ചെയ്യാൻ പോകുന്നത്. ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് ചോദിച്ചാൽ മക്രോണി മാത്രമല്ല കേട്ടോ, ദോശയും കൂടെ ഉണ്ട്. അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ.